ഒരാളെന്നെ ട്രിവാൻഡ്രം ഭാഗത്തുനിന്ന് വിളിച്ചത്. അവർ ഡിവോഴ്സ് ഒരു കൊച്ചുള്ളൊരു പെണ്ണ. ഏകദേശം 7 ലക്ഷം രൂപ കടം ആളിന്. എന്നിട്ട് ആ കടം ഇതിലൂടെ ഞാൻ എടുക്കണം. അവർ നോക്കുമ്പോൾ എനിക്ക് ജോലിയുണ്ട്, നല്ലൊരു വീടുണ്ട്. നമ്മളെ കൂടുന്ന പാടം നമുക്കേ അറിയത്തുള്ളൂ. വീട്ടുകാർ പറഞ്ഞ് ആദ്യമല്ല അവരങ്ങ് ഏർത്തായിരുന്നു, വേണ്ടാന്നൊക്കെ പറഞ്ഞ്. പിന്നെയും പിന്നെ എൻ്റെ രീതി കൊണ്ട് ഞാൻ പറയില്ല, ഇത് തന്നെ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്തോ അണ്ണനെ എനിക്ക് ഇഷ്ടപ്പെട്ട്. കാസർഗോഡ് തൊട്ടിങ്ങോട്ട് ഒരുപാട് ഫോൺ കോളുകൾ വന്ന്. പക്ഷേ വന്നെങ്കിലും അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അന്നേരം വിളിച്ച് അന്നേരം ജസ്റ്റ് പരിചയപ്പെട്ട അവളുടെ ആവശ്യം എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പിന്നെ അനക്കമില്ല. ഞാനില്ലാത്ത ഒരു പരിപാടി ഞങ്ങളുടെ ഗ്രൗണ്ടിലില്ല. ഒരമ്പലത്തിലെ ഉത്സവം വന്നാലും ക്ലബ്ബ് വന്നാലും ഏത് വന്നാലും മുന്നിട്ടിരിക്കുന്നത് ഞാനാണ്. അതിൽ ഞങ്ങൾ ചെന്ന് കണ്ടു. അവരുടെ പേരും ഞാനൊന്നും ചോദിച്ചില്ല. ഞാൻ അവരുടെ വീട്ടുകാരോട് എൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് പൂർണ്ണ താല്പര്യമാണെങ്കിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ഞാൻ സ്വത്തും പണം ഒന്നുമല്ല ആയിരിക്കുന്നത്, എൻ്റെ അണ്ണനെ തന്നെ. ഫോണൊന്നും മേടിച്ച് ആരും തന്നിട്ടില്ല. ഞാൻ അണ്ണൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലവരെന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ട്, അല്ലേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്തുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ജോലി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ആ ലെവലിൽ വിളിക്കുന്നവരുണ്ട്. അങ്ങനെ വിളിക്കുന്നവരെയൊക്കെ നമ്മൾ അകറ്റി നിർത്തുന്നേ ഉള്ളൂ. എൻ്റെ പേര് സുബിലാൽ. ഞാനിപ്പോൾ താമസിക്കുന്നത് എൻ്റെ സ്വന്തം നാടായ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് എൻ്റെ പ്രദേശം. ഞങ്ങളുടെ തഴവ ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ശാന്തിനി. വിവാഹം ഈ കഴിഞ്ഞ മെയ് 24-ാം തീയതി പരമ്പരം വെക്കുന്നുണ്ട്. ശരിക്കും എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കുന്നത്? എങ്ങനെ നിങ്ങൾ പരിചയപ്പെടുന്നത്? ഇതുവരെ 1.5 വർഷം മുമ്പ് എൻ്റെ ഫ്രണ്ട് ഇതേപോലെ എൻ്റെ ഒരു വിവാഹത്തിൻ്റെ ആവശ്യമായ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരുപാട് ഫോൺ കോളുകൾ വന്ന് പല ആൾക്കാർക്ക് പറയുന്നത് കാസർഗോഡ് തൊട്ടിങ്ങോട്ട് ഒരുപാട് ഫോൺ കോളുകൾ വന്ന്. പക്ഷേ വന്നെങ്കിലും അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അന്നേരം വിളിച്ച് അന്നേരം ജസ്റ്റ് പരിചയപ്പെട്ട അവളുടെ ആവശ്യം എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പിന്നെ അനക്കമില്ല. പിന്നെ യാതൊരുവിധ ഫോൺ കോളും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പം ഈ ശാസ്താംകോട്ടനുള്ള ഒരാൾ ഒരു പെണ്ണ് വിളിച്ചിട്ട് പരിചയപ്പെടാൻ വിളിച്ചാണ്. പെണ്ണു എൻ്റെ സംസാരം കേട്ടിട്ടാന്ന് പറഞ്ഞു. സംസാരവും ഇതൊക്കെ കണ്ടിട്ട് ആ ഒരു ആൾ വിളിച്ച് അങ്ങനെ കല്യാണം കഴിക്കാനല്ല വിളിച്ചത്, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടണം. അങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങ് ഫ്രണ്ടായി, പിന്നെ അങ്ങ് കൂട്ടായി, പിന്നെ അങ്ങ് ചങ്കായി മാറിയ ആൾ. പിന്നെ ആൾ തന്നെ കൂട്ടുകാരെന്നെ പറഞ്ഞു പിന്നെ ഞാനൊന്ന് നോക്കട്ടെ, മാക്സിമം ഉണ്ടെങ്കിൽ എനിക്ക് പറ്റിയ ഒരു ആളിനെ കണ്ടെത്തി തരാം എന്നൊരു വാശിയോടുകൂടി ആൾ ഇറങ്ങി തിരിച്ചു. 2-3 പ്രപ്പോസലിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇത്ര അങ്ങോട്ട് സക്സസ് ആയില്ല. ഇത് പിന്നെ ആ കൂട്ടുകാരുടെ ഒരു കൂട്ടുകാരി, എൻ്റെ കൂട്ടുകാരുടെ പേര് ജിജി എന്നാണ്, കോവൂർ LP സ്കൂളിലെ ടീച്ചറാണ്. ആ കൂട്ടുകാരുടെ ഒരു അടുത്തുള്ളൊരു പരിചയമുള്ള ചേച്ചിയുണ്ട്, ജയശ്രീ എന്ന് പറഞ്ഞ്. ആ ചേച്ചി വഴിയാണ് പിന്നെ എൻ്റെ കൂട്ടുകാരിക്ക് ഇങ്ങനൊരു ഇതിൻ്റെ വീടുമായിട്ട് പരിചയമുള്ളതും അങ്ങനെ സംസാരിച്ചതും എൻ്റെ ഫോട്ടോയും വീഡിയോ എല്ലാം കാണിച്ച് അങ്ങനെ ഞാൻ ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ ചെന്നു. അങ്ങനെ അവർക്ക് ഒത്തിരി അംഗങ്ങളുള്ള വീടാണ്. 8 മക്കളിൽ ഏറ്റവും ഉള്ളതാണ് ഈ പെണ്ണ്. 8 മക്കളിൽ. അങ്ങനെ പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ വരുമല്ലോ അവരുടെ മക്കൾക്കും പിന്നെ ബാക്കിയുള്ളതൊക്കെ. അങ്ങനെ അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ 3-4 വട്ടം ഇതങ്ങ് വേണ്ടെന്നുള്ള രീതിയിലായി. പിന്നെയും എൻ്റെ കൂട്ടുകാരുടെ ആ ഇതും എല്ലാം കൂടെ ഒക്കെ ആയപ്പോഴത്തേക്ക് ഇത് ഇവിടം വരെ ആയി. ശാന്തിനി എങ്ങനെയായിരുന്നു പരിചയപ്പെടുന്നത്? ഇങ്ങനൊരു വിവാഹാലോചനയിലേക്ക് കേൾക്കുമ്പോൾ ആദ്യം വിളിക്കുകയും പരിചയപ്പെടില്ല, ഫോണിൽ കൂടെ ഫോൺ വഴി യാതൊരു ബന്ധവുമില്ല. ആളിന് ഫോണില്ല. കാരണം ഞാനും ജസ്റ്റ് അവിടെ കാണാൻ ചെല്ലുന്നു. അങ്ങനെ ചെന്ന് കണ്ടു. അവരുടെ പേരും ഞാനൊന്നും ചോദിച്ചില്ല. ഞാൻ അവരുടെ വീട്ടുകാരോട് എൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് പൂർണ്ണ താല്പര്യമാണെങ്കിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. പിന്നെ അവരുടെ ഭാഗത്ത് ഓരോരുത്തർക്ക് അഭിപ്രായ വ്യത്യാസം വന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഓരോ ഫോൺ വിളി പിന്നെ അങ്ങ് പോയി. അല്ലാതെ പെണ്ണുകൊണ്ട് അങ്ങനെ ഒരു ഫോൺ വിളി ഉണ്ടായിട്ടില്ല. പെണ്ണിന് ഫോണില്ല. ഇതെല്ലാം ഞാൻ കൂട്ടുകാരെ വിളിക്കുന്നു, അവരും എൻ്റെ കൂട്ടുകാരെ വിളിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല വേറെ അടുത്ത സമയത്താണ് കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പാണ് ഇവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് വിളിക്കുന്നത് പോലും. ഇപ്പൊ എതിർപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ചേട്ടൻ. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിലും സുബിച്ചേട്ടൻ മതി എന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്തായിരുന്നു? കാരണമൊന്നും ഇല്ലായിരുന്നു. അണ്ണനെ എനിക്ക് ഇഷ്ടമായിരുന്നു.
എന്തൊക്കെയായിരുന്നു. എന്തുകൊണ്ടാ അങ്ങനെ ഇഷ്ടം തോന്നിയേ ചേട്ടനോട്? എന്തോ എന്തോ അണ്ണനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സംസാരാണോ? സംസാരമൊക്കെ. ആ എന്തൊക്കെയായിരുന്നു ഇപ്പൊ ഈ ഇങ്ങനെ ആലോചന വന്നപ്പോ എന്തായിരുന്നു എതിർപ്പുകൾ പറഞ്ഞ ആളുകള്? വീട്ടുകാർ പറഞ്ഞ് ആദ്യമെല്ലാം അവരങ്ങ് എറുത്തായിരുന്നു, വേണ്ടാന്നൊക്കെ പറഞ്ഞ്. പിന്നെയും പിന്നെ എൻ്റെ രീതി കൊണ്ട് ഞാൻ പറയില്ല, ഇത് തന്നെ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഈ എതിർക്കുമ്പോ അവരെന്തായിരുന്നു കാരണം പറഞ്ഞത്? എന്തിട്ടായി അതൊന്നും പറഞ്ഞില്ലായിരുന്നു എൻ്റെ അടുത്ത്. ചേച്ചി പറഞ്ഞു എനിക്ക് ചേട്ടനെ മതിയില്ല. ആ ചേട്ടനോട് എപ്പോഴാ ഇത് പറഞ്ഞേ? ആരെതിർത്താലും ചേട്ടൻ മതി എന്നുള്ള കാര്യം? അത് ഞാൻ ഇവിടെ വന്നെനിക്കേ ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? എനിക്ക് അണ്ണനെ തന്നെ മതിയായിരുന്നെന്ന് ഞാൻ പറഞ്ഞത്. ആദ്യമായിട്ട് കാണുന്നത് എപ്പോഴായിരുന്നു ചേട്ടനെ? അത് പെണ്ണ് കാണാൻ വന്നപ്പോഴാ. കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു. അന്നേരം എന്തെങ്കിലും സംസാരിച്ചിരുന്നോ ഈ പെണ്ണ് കാണാൻ ചെന്നപ്പോ സമയത്തൊക്കെ? ഇല്ല. പെണ്ണ് കാണാൻ വന്നപ്പോ ഒന്നും സംസാരിച്ചില്ല? അതെന്താ ചേട്ടാ പെണ്ണ് കാണാൻ പോയിട്ട് എന്നോട് അല്ല, ഞാൻ പേരും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. അന്നേരം അവരുടെ വീട്ടുകാരുടെ തോന്നുന്നു നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോ, ഞങ്ങൾ മാറാം. അതൊക്കെ പണ്ടത്തെ രീതിയാണ്. ഞാൻ പറഞ്ഞു അതൊന്നും മാറണ്ട, എനിക്ക് നിങ്ങളോടാണ് സംസാരിക്കാനുള്ളത്. അങ്ങനെ അവരോട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ ഒരു കൂട്ടുകാരി കൊണ്ടാണ് ഞാൻ പോയത്. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരനാണ് ബൈക്കിലാണ് പോയത്. ആ ബൈക്കിൽ എന്നെ ഫ്രണ്ട് ഇരുത്തി കൊണ്ടുപോയി. ആ ബൈക്കിൽ നിന്ന് തന്നെ എന്നെ എടുത്ത് അവരുടെ ഈ ഹാളിലിരുത്തി തിരിച്ച് അവിടുന്ന്. അന്നേരം എൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒറ്റയ്ക്ക് ഒന്നിനും പറ്റത്തില്ലെന്ന്. അന്നേരം ഞാൻ പറയുന്നത് എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇത് കണ്ട് ഫുള്ള് മനസ്സിലാക്കി എൻ്റെ കൂടെ അതൊരു ഒറ്റ മനസ്സോടെ. അപ്പം ഞാൻ ഈ ശാന്തിനിയോടും പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ അവിടെ വെച്ച്. അതാ പേരും കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല. അപ്പം സ്വന്തം തീരുമാനം. ഇപ്പം അമ്മയുടെയോ ചേട്ടത്തിമാരുടെയോ ആങ്ങളമാരുടെയോ ആരുടെയും സപ്പോർട്ടില്ലാതെ, ആരുടെയും ഒരു ഇതുകൊണ്ടില്ലാതെ സ്വന്തം തീരുമാനത്തിൽ എൻ്റെ കൂടെ ജീവിക്കാൻ ഒറ്റ മനസ്സുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് റെഡിയാണ് എന്നേ പറഞ്ഞോളൂ. അല്ലാതെ വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല. അത്രയും പറഞ്ഞിട്ട് അന്നേരം അവിടെ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ചേട്ടൻ ഇഷ്ടമാണ്. വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല. ഈ ചേട്ടൻ ഇങ്ങനെ ഒരു ആലോചനയായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണെങ്കിലും വിവാഹം കഴിക്കണം എന്ന് തീരുമാനം എടുക്കുമ്പോഴാണെങ്കിലും ചേട്ടനെ പിന്തിരിപ്പിക്കാൻ ആളുകൾ ശ്രമിച്ചിരുന്നു? ഇല്ല, അതൊരിക്കലും ഇല്ല. എൻ്റെ വീട്ടുകാരെക്കാട്ടി കൂടുതൽ എനിക്ക് സപ്പോർട്ട് എൻ്റെ അയലത്തുകാർ, എൻ്റെ നാട്ടുകാർ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ ഒരുപാട് ചങ്കളുണ്ട്. ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച ഒരുപാടടുത്ത് ഏകദേശം ഈ പറഞ്ഞ തൃശ്ശൂർ, പാലക്കാട്, പിന്നെ കൊല്ലം, അങ്ങനെ പല ഭാഗത്തുനിന്ന് പോലും ഒരുപാട് നേരിൽ കണ്ടിട്ടില്ലാത്ത ഫ്രണ്ട്സ് പോലും, അതായത് ഫേസ്ബുക്ക് അങ്ങനെ വഴി പരിചയപ്പെട്ടവർ പോലും എനിക്ക് വേണ്ടി ഒത്തിരി കുറേ സംഭവങ്ങൾ നോക്കിയിട്ടുണ്ട്. എങ്കിലും ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വിവാഹത്തിൻ്റെതുമായി ബന്ധപ്പെട്ട്. ആ സമയത്ത് ചിലര് നല്ലത് പറയുന്ന ആളുകളുണ്ടാവും, നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ടാവും. അത്തരത്തിലുള്ള കളിയാക്കലുകൾ അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു? അല്ലേ, നെഗറ്റീവ് ഉണ്ടായാലല്ലേ പോസിറ്റീവിനൊരു എനർജി കിട്ടത്തുള്ളൂ അല്ലേ? അല്ലാതെ നമ്മൾ ഇപ്പം പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പോസിറ്റീവിൻ്റെ പക്ഷേ ഒരു കമൻറ്റിന് പോലും ഞാനൊരു റീപ്ലൈയും കൊടുത്തിട്ടില്ല. നെഗറ്റീവ് പറയുന്നവർക്ക് അപ്പോൾ അവരുടെ പോസിറ്റീവായിട്ടായിരിക്കും അവർ പറയുന്നത്. പക്ഷേ അത് മറ്റ് വായിക്കുന്നവർക്കോ അല്ലെങ്കിൽ കാണുന്നവർക്കോ അതൊരു നെഗറ്റീവായിട്ട് തോന്നും. അല്ലെങ്കിൽ അവർക്ക് ഇതിപ്പം എന്നെപ്പോലൊരു വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വ്യക്തികളായിരിക്കും ആ നെഗറ്റീവ് പറയുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് ആണെങ്കിൽ അവിടെ 100 പോസിറ്റീവ് ആയിരിക്കും അല്ലേ? അത് മാത്രം നമ്മൾ കണ്ടാൽ പോരെ. ഇപ്പം ഏതൊരു മനുഷ്യനോടായാലും ഇഷ്ടമുള്ളവർ കാണും, ഇഷ്ടമില്ലാത്തവർ കാണും. ആ ഒരു ലെവലിലങ്ങ് വിടുക, അത്രേ ഉള്ളൂ. പലരും പറയും, ചിലരൊക്കെ ഇങ്ങനെ പറയും, ഈ പെൺകുട്ടികൾ എന്ന് പറയുന്നത് സൗന്ദര്യം നോക്കിയാണ് പ്രണയിക്കുക, അല്ലെങ്കിൽ പണം നോക്കിയാണ് പ്രണയിക്കുക എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നവരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ പറയാനുള്ളവരോട് ഞാൻ എന്ത് പറയും? ഞാൻ അങ്ങനെ കണ്ടിട്ട് കൂടെ ഇല്ല അന്നേരം. ഞാൻ സ്വത്തും പണം ഒന്നുമല്ല ആയിരിക്കുന്നത്, എൻ്റെ അണ്ണനെ തന്നെ. ഹണിമൂൺ എവിടെയെങ്കിലും പോയോ? ഇല്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അണ്ണൻ പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹം വല്ലതും ഉണ്ടോ? അല്ല, ഇവിടെ വന്ന് ഇപ്പം സാറ്റർഡേയിലേ കല്യാണം കഴിഞ്ഞേ. അന്ന് ഞാൻ ചോദിച്ചു, ടൈം കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടോ എവിടെയെല്ലാം പോകണം. കാരണം എല്ലാവർക്കും ഇപ്പം ഞാൻ തന്നെ ഒരുപാടെടുത്ത് യാത്ര ചെയ്യുന്ന ആളാണ്. ഇപ്പം ജോലി ഉള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ പോകത്തെ. അല്ല, ഞാൻ എവിടെ വേണമെങ്കിലും പോകും. അതിൻ്റെ യാത്ര എൻ്റെ ഒരു ഫേവറേറ്റാണ്. ചില ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് എങ്ങും പോകണ്ട, അങ്ങനെ പോയിട്ടില്ല ആൾ, അതുകൊണ്ടാണ് എങ്ങും പോകണ്ട എന്നൊരു സംഭവം വരുന്നത്. അതുകൊണ്ട് എടുത്ത് പറഞ്ഞാൽ എനിക്ക് ആകെപ്പാടൊരാഗ്രഹം
അവരുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ പോകണം, ഞാൻ എൻ്റെ കൂടെ വരണേ. അതൊക്കെ അത് സിമ്പിൾ, പെട്ടെന്ന് പോയിട്ട് വരാത്ത കാര്യമുള്ളൂ. ഞാൻ വിചാരിച്ച് വേറെ വല്ല ഗോവയിലൊക്കെ പോകണമെന്ന് പറയായിരിക്കും. ചേട്ടാ ഒരുപാട് യാത്ര ചെയ്തല്ലേ, അങ്ങനെ ഒരു ആവശ്യം പറയാൻ? ഞാൻ പൂനെ, മഹാരാഷ്ട്ര എല്ലാം ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അവിടെ എല്ലാം റിലേറ്റീവ് ഒന്ന് പോട്ടെ പുറത്തൊക്കെ ചേട്ടൻ്റെ പിന്നെ കൂടെ, തീർച്ചയായിട്ടും. പൂനെ ഇങ്ങനെയൊക്കെ ഒന്ന് കറങ്ങണ്ടേ? ഇല്ല, പൂനെയിൽ നിന്ന് മാമനും ഫാമിലിയും എല്ലാം മാമിയൊക്കെ ഉണ്ടായിരുന്നു. അവർ പോകാൻ നേരത്തെ ആളോട് പറഞ്ഞിട്ട് പോയി. മെനങ്ങാന്ന് അവർ പോയത്. പറഞ്ഞിട്ട് പോയി അവിടെ വരണം, പൂനെക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. നല്ല ശരിയെന്നൊക്കെ പറഞ്ഞു. പിന്നെ മധ്യപ്രദേശിൽ ഭോപ്പാലിലെ വലിയ മാമിയുണ്ട്. ഒരു മാമി വീഡിയോ കോൾ ചെയ്തപ്പോഴും പറഞ്ഞ് അവനോട് പറഞ്ഞു ഇവിടെ വരണേ. ഓക്കെ, മാമി വന്നില്ല കല്യാണത്തിന്. പോകാനെന്ന് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഞാൻ എല്ലായിടും പോയിട്ടുണ്ട്. അത് ആഗ്രഹം എവിടെയാ ചേച്ചിയെ കൊണ്ടുപോകണമെന്ന് ഭയങ്കര അങ്ങനൊന്നുമില്ല. ഞാൻ പോകുന്ന എവിടെ ഉണ്ടോ അവിടെ ആണെങ്കിലും അവിടെ കൊണ്ടുപോകും. അവ ഇന്നടത്തൊന്നുമില്ല. ഞാനൊന്നും പ്ലാൻ ചെയ്ത് പോകുന്നതല്ല. അങ്ങനെ ചിലപ്പോൾ തോന്നും ടൈം കിട്ടുവാണെങ്കിൽ അങ്ങനെ കൂട്ടുകാരോട്ട്. മനസ്സിലേതെങ്കിലും എന്നാലും ഒരു സ്ഥലം ഉണ്ടോ? ഇപ്പൊ നമ്മള് വീഡിയോകളൊക്കെ കാണുന്ന ആളുകളാണല്ലോ, സോഷ്യൽ മീഡിയ വഴിയൊക്കെ പല സ്ഥലങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്ന. അങ്ങനെ മനസ്സിലൊരു സ്ഥലം ഉണ്ടോ വൈഫിനെ കൊണ്ടുപോകണം? ഇല്ല, അങ്ങനെ ഇന്നടത്ത് പോകണമെന്നുമില്ല. ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതിന് ഇന്നടത്ത് പ്രത്യേകതയില്ല. ഇപ്പം നമുക്ക് കാണാവുന്ന കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലമുണ്ട്, അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെന്ന് പറയുമ്പോൾ പോകാൻ ആഗ്രഹമുണ്ട്. അതിപ്പോൾ നമുക്കൊരു കൂട്ടുള്ളപ്പം ഇപ്പം നമ്മൾ പോകുമ്പോൾ ആ കൂട്ടും വേണമല്ലോ കൂടെ. അന്നേരം നമ്മളെവിടെ പോകുന്നോ അവിടെ നമ്മളെവിടെ എൻജോയ് ചെയ്യാൻ പോകുന്നു, നമ്മൾ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഇന്ന സ്ഥലമൊന്നുമില്ല. അപ്പം എനിക്ക് എവിടെ പോകണമെന്ന് തോന്നുന്നു ഞാൻ അടങ്ങു പോകും കൂട്ടുകാരോട്. ഇപ്പോൾ പഞ്ചായത്തിൽ ജോലി പറ്റി പറയുന്നത്, പഞ്ചായത്തിൽ ജോലി ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ഇതിപ്പോ ചേട്ടൻ നന്നായിട്ട് സംസാരിക്കുകയും ചേച്ചി ഒട്ടും സംസാരിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ല അത് ഇതില്ല, വീട്ടിൽ കുഴപ്പമില്ല. നമ്മൾ ചോദിക്കുന്നതിൻ്റെയൊക്കെ മറുപടി പെട്ടപ്പോൾ ആൾ വരുന്നുണ്ട്, ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ വീട്ടിലിങ്ങനെ ആയിരിക്കും. കാരണം പെട്ടെന്നൊരു അവരോട്ട് വല്ല ഇതില്ലാത്തത് കൊണ്ടായിരിക്കും. കുഴപ്പമില്ല, അതൊക്കെ മാറും. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കും. പിന്നെ തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കാം, കുഴപ്പമില്ല. ചേച്ചി ചേട്ടന്റെ വീഡിയോസ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്? കാരണം ചേട്ടന്റെ ചില വീഡിയോസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. ചേട്ടന്റെ ഏതെങ്കിലും വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു? അങ്ങനെ ആരും കാണിച്ചു തരുമോ? അങ്ങനെ മൊബൈലിനകത്തെ ഇപ്പൊ കണ്ടിട്ടുള്ളായിരുന്നു. എങ്ങനെ ഈ ആലോചന വന്നതിന് ശേഷമാണോ കണ്ടത്? ഈ ആലോചന വന്നതിന് ശേഷം. ഫോൺ ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു, അതെന്താ ഫോണൊന്നും ഉപയോഗിക്കാത്ത? ഫോണൊന്നും മേടിച്ച് ആരും തന്നിട്ടില്ല. ഞാൻ മേടിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ വാങ്ങിച്ചു തരുമ്പോൾ അല്ല, ഞാൻ പറഞ്ഞു ഇപ്പം എന്താ ആവശ്യം ഉണ്ടായാലും ഞാൻ പറഞ്ഞു ഇപ്പം അതുവരെയുള്ള ലൈഫല്ല ഇവിടെ. ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ഫുള്ളിൽ പോസിറ്റീവാണ്. ഇപ്പം നിങ്ങളിപ്പോൾ വരുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. അല്ലെങ്കിൽ ഞാനൊരു 5:30-6 മണിയാകുമ്പോൾ വരിക, ഇവിടെ ജസ്റ്റ് ആൾ കാണിക്കുക, അപ്പോൾ ഗ്രൗണ്ട്, എൻ്റെ ഫുള്ള് കൂട്ടുകാരെല്ലാം ഗ്രൗണ്ടിലാണ്. ഞാൻ വരുമ്പോൾ ഏകദേശം 9:10 മണിയാകും. അപ്പം നമുക്ക് നമ്മുടെ പിന്നെ PC ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഇതെല്ലാം സംഭവമുണ്ട്. നമ്മളിങ്ങനെ നെഗറ്റീവ് ഞാൻ വീട്ടിൽ കാണത്തില്ല, അതാണ് എൻ്റെ ഒരു മെയിൻ. കാരണം നമ്മൾ വീട്ടിൽ ഇരുന്നുള്ള കാര്യം. ഇപ്പം എന്നെപ്പോലുള്ള ഒരുപാട് വ്യക്തികൾ റൂമിനകത്ത് ഒരുപാട്, എനിക്കറിയുന്ന ഒരുപാട് ഫ്രണ്ട്സുണ്ട്. ആകെ മാറും. പക്ഷെ ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്ന ഒരു പ്രകൃതാണല്ലോ ചേട്ടൻ. അല്ല, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരാളും കൂടെ വേണമല്ലോ. അപ്പം മെയിനായിട്ട് നമ്മൾ ഇതിനു വേണ്ടി ഒരുങ്ങിയത് തന്നെ ഇപ്പം അച്ഛൻ്റെ അമ്മയുടെ ഓരോ വയ്യാതെ വന്നാലോ കാലം കഴിഞ്ഞാലോ നമുക്ക് ആരാണെന്നൊരു ചോദ്യചിഹ്നമാണ് ഉണ്ട്. ആദ്യമൊക്കെ ഇത് വേണ്ട. കാരണം നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഒരാളും കൂടെ നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നില്ല. പിന്നെയും നമ്മൾ പല കൂട്ടുകാരായാലും നമ്മുടെ ഇങ്ങനെ ചോദിക്കുമ്പോഴേ നമുക്ക് അവർക്ക് ഉത്തരവില്ല പറയാൻ. അതും നമ്മൾ ചിന്തിച്ചപ്പോഴും ശരി, അമ്മയ്ക്കൊരു വയ്യാതെ വന്നാൽ പലവട്ടം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സഹോദരിയുണ്ട്, ഒരു കൂടപ്പുറപ്പുണ്ട്, അത് കെട്ടിച്ചതാണ്. പറഞ്ഞ് അത് സഹോദരിക്ക് വരുന്നൊരു ലിമിറ്റില്ലേ? അപ്പോൾ ആർക്കാരും ഒരു ലിമിറ്റുണ്ടല്ലോ. അന്നേരം പിന്നെ കൂട്ടുകാരെല്ലാം അവിടെ നിർബന്ധിച്ച് പിന്നെ അന്ന് തൊട്ട് സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഇങ്ങനെ ഓരോ പോസ്റ്റ് ഇട്ട് ഒരുപാട് വിളി വന്നിട്ട്, ഇഷ്ടം പോലെ വിളിക്ക് കയ്യും കണക്കുമില്ല. ഒരുപാട് ഞാൻ കല്യാണം കഴിക്കാൻ, ഞാൻ റെഡിയാ, അങ്ങനെ ഇങ്ങനെ കുറച്ച് വിളിക്കുന്നവരൊന്നും പിന്നെ അവർ അന്നേരത്തെ ആ ഒരു ഇതിൽ ചിലവരെന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ട്, അല്ലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്തുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ജോലി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ആ ലെവലിൽ വിളിക്കുന്നവരുണ്ട്. അങ്ങനെ വിളിക്കുന്നവരെയൊക്കെ നമ്മൾ അകറ്റി നിർത്തുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ ഒരു സിറ്റുവേഷൻ കണ്ടു വരുന്നവരെ വേണം നമ്മളെ കൂടെ നിർത്താൻ. അല്ല അവരുടെ സൗന്ദര്യമോ അല്ല അവരുടെ വിദ്യാഭ്യാസമോ അതൊന്നുമല്ല. അങ്ങനെയാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. പിന്നെ ഇപ്പം സൗന്ദര്യം എന്ന് പറയുമ്പോഴേ അത് ഫേസിനല്ല, അത് മനസ്സിനാണ്. എന്നാലേ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നു. അല്ല ഇപ്പോൾ ഒരുപാട് പേര് ആ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടില്ല, അല്ലെ പെണ്ണിന് സൗന്ദര്യമില്ല, അല്ലെ മുടിയില്ല, അതൊന്നുമല്ല. ഇപ്പം പിന്നെ ഇപ്പം കുറവുകളില്ലാത്ത മനുഷ്യർ ഈ ലോകത്തില്ല. ഓരോരുത്തർക്കും ഓരോ കുറവുകളും ഓരോ കഴിവുകളുമാണ്.
ചേട്ടനത് പറയുമ്പോൾ ഭയങ്കര പ്രചോദനമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ചേട്ടൻ ഈ പറഞ്ഞതുപോലെ പല ആളുകളും ഇങ്ങനെ പോലും ചിന്തിക്കാതെ ഇനിയൊരു ജീവിതം ഇല്ല എന്ന് കരുതി നിൽക്കുന്ന ആളുകളുണ്ട്. ശരിക്കും ശരിക്കും പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ജീവിക്കാൻ മുന്നോട്ടേക്ക് എന്ത് എന്ന് ആലോചിക്കുന്നില്ല എന്ന് തോന്നിപ്പോകാറുണ്ടല്ലേ? ഓക്കെ, ശരിയാ. അല്ല, എനിക്ക് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം സങ്കടം വന്നാലും അല്ലെങ്കിൽ സന്തോഷം വരുമ്പോഴും നമ്മളോട് ഷെയർ ചെയ്യുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇവരോടൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നവരോട് നമ്മൾ പറയുന്ന ഒരു കാര്യമുള്ളൂ, ജീവിതം ഒന്നേ ഉള്ളൂ, അത് മാക്സിമം ജീവിച്ച് തീർക്കുക. ജീവിതത്തിനിടയിൽ പല ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, സന്തോഷങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം എന്ന് പറയുമ്പോൾ ഈ ജനിച്ചിടം തൊട്ട് മരിക്കുന്നിടം വരെ ദുഃഖമാണ് നമ്മുടെ കൂടപ്പുറപ്പാട്ട് നിഴൽ പോലുള്ളത്. സന്തോഷം എന്ന് പറയുമ്പോൾ ഒരു ഗസ്റ്റ്, ഒരു അതിഥിയാണ്. ആ ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ മാക്സിമം എൻജോയ് ചെയ്യുക. ആ ഗസ്റ്റ് സന്തോഷം എന്ന് പറയുമ്പോൾ നിമിഷ നേരത്തേക്കേ ഉള്ളൂ. പിന്നെ ബാക്കി ടൈം മൊത്തം സങ്കടങ്ങൾ, കണ്ണീര്, ഒന്നീ കടം, അല്ലെങ്കിൽ മാറാരോഗം, അല്ലെങ്കിൽ മറ്റെന്ത് പല പ്രോബ്ലം വരും. സന്തോഷം എന്ന് പറയുമ്പോൾ എപ്പോഴും നിൽക്കുമോ? നിൽക്കത്തില്ല. അതൊരു ഗസ്റ്റാണ്. അതിനാകെ ആ അതിഥി വരുമ്പോഴേ അതിനെ അത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ എൻജോയ് ചെയ്യുക. അല്ലാതെ ഓരോരുത്തർ ചെറിയ പ്രോബ്ലം വരുമ്പോൾ അന്നേരം പിന്നെ ആത്മഹത്യ ചെയ്യുക, അങ്ങനെ പലതുണ്ട്. അതൊന്നുമല്ല, ജീവിതം ഒന്നേ ഉള്ളൂ, ജീവിച്ച് തീർക്കുക. ഇപ്പം നമ്മൾ ജനിക്കുന്നു, ഒരിക്കൽ നമ്മൾ മരിക്കുന്നു, അത്രയേ ഉള്ളൂ. ആ മരിക്കുമ്പോൾ അങ്ങ് പോകണം, അല്ലാതെ നമ്മൾ എടുത്തേലേ മരിക്കുന്നത് ശരിയല്ല. ഇതൊക്കെയല്ലേ ജീവിതം എന്ന് പറയുമ്പോൾ, ഇതൊക്കെയല്ലേ. ഇപ്പം ഇപ്പോൾ അച്ഛനമ്മ അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ജീവിക്കുന്നൊരു ജീവിതം. അതിപ്പോൾ ഒരു വയ്യാതെ വരെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുക, അല്ലെ അവരിട്ടിട്ട് പോകുന്നതോ, അല്ലെങ്കിൽ അതിപ്പം വീട്ടിലായാലും നമ്മളോട് സഹകരിക്കുന്നവരായാലും ആരോടാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് പേര് എൻ്റെ ഒരുപാട് അവസ്ഥകൾ അറിഞ്ഞ് എന്നെ സഹായിച്ച് ഒരുപാട് ഇപ്പോഴും ഉണ്ട്. ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരായപ്പോലും നമ്മളെ മനസ്സറിഞ്ഞ് നമ്മുടെ സിറ്റുവേഷൻ അറിഞ്ഞ്, അല്ലാതെ ഒരു വൈകല്യമോ അല്ലെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയോ അല്ലായിരുന്നു നോക്കുന്നത്. ഏത് കാര്യത്തിൽ എന്നെ എല്ലാത്തിനും ചേർത്ത് നിർത്തുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സുണ്ട്. ഒരു വ്യത്യസ്തം പോലെ. ഇപ്പം നടക്കുമോ നടക്കത്തില്ലെന്നല്ല, ഞാൻ ജോലി ചെയ്യുന്ന ഫാമിലി ഹെൽത്ത് സെൻ്റർ ഇവിടെ തഴവയിൽ, അവിടെ എന്ന് പറയുമ്പം മെഡിക്കൽ ഓഫീസർ, പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരാരും ഏത് പരിപാടി വന്നാലും എന്നെ ഒരിക്കലും മാറ്റി വെച്ചിട്ടില്ല. അവരുടെ രീതിയിൽ തന്നെ അതെന്നെ ഏറ്റവും ഒരു സന്തോഷമാണ്. പിന്നെ നമ്മുടെ ഇവിടെ തന്നെ ഞാനില്ലാത്ത ഒരു പരിപാടി ഞങ്ങളുടെ ഗ്രൗണ്ടിലില്ല. ഒരമ്പലത്തിലെ ഉത്സവം വന്നാലും ക്ലബ്ബ് വന്നാലും ഏത് വന്നാലും മുന്നിട്ടിരിക്കുന്നത് ഞാനാണ്. അതിൻ്റെ ഉദാഹരണമാണ് എന്നെ സ്വീകരിക്കുന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇവിടെ ഗ്രൗണ്ടിൽ നിന്ന് അറബാനയ്ക്കകത്ത്. അതെന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ പണി കൊടുത്തിട്ടുണ്ട്. അതെ, അവർ തിരിച്ച് പണിയാത്. അത് വിഷയമല്ല, അത് നമ്മൾ സന്തോഷം. എന്നെ വിളിച്ച് 2 ദിവസത്തേക്ക് മുമ്പ് എനിക്കിങ്ങനെ കൂട്ടുകാർ പറഞ്ഞു, ഇതുപോലൊരു പണി വരുന്നുണ്ടോ. ഞാൻ സ്വീകരിക്കും, എനിക്ക് വിഷയമല്ല. കാരണം ഇത് നമ്മുടെ ലൈഫിൽ ഒന്നേ ഉള്ളൂ, അത് മാക്സിമം ഞാൻ എൻജോയ് ചെയ്യും. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഡാൻസ് കളിക്കാൻ വരട്ടെ, അത്രേ ഉള്ളൂ. അല്ലാതെ അയ്യോ അവരങ്ങനെ ചെയ്ത് ഇവരിങ്ങനെ ചെയ്തു അതൊന്നുമല്ല. നമ്മളിപ്പോൾ മാക്സിമം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കല്യാണം, യഥാർത്ഥത്തിൽ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്കങ്ങോട്ട് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇപ്പം എൻ്റെ കല്യാണമാണ് നടന്നത്. കാരണം എന്ന് പറയുമ്പോൾ എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സുകൾ എന്നെപ്പോലുള്ളവർ അവരുടെ ലൈഫിലോട്ട് ഓരോ പെൺകുട്ടികൾ വരുമ്പോൾ വീടുകളിൽ ഇറക്കി വിട്ട വീട്ടുകാരുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ തന്നെ ഒരു പെണ്ണ് ഇതേപോലെ വീട് വിട്ട് അവൻ്റെ കൂടെ ലൈഫിൽ വന്നപ്പോഴത്തേക്ക് അവൻ്റെ വീട്ടിൽ നിന്ന് വരെ അവനെ ഇറക്കി വിട്ടു. അതൊരു ഏറ്റവും വലിയൊരു തെറ്റാണ്. കാരണം അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം ഒരേപോലെ. അതെന്താണ് അവിടെ ചെയ്തത് നമുക്കറിയത്തില്ല. അങ്ങനെ പിന്നെ അതും കൂടെ തന്നെ ഇപ്പം കണ്ടിഷ്ടപ്പെട്ട് ഒരിക്കലും ഒരു വീട്ടുകാരെ പൂർണ്ണമായിട്ട് സമ്മതിച്ച് എന്നെപ്പോലൊരു വ്യക്തിയുടെ കൂടെ ഒരിക്കലും കല്യാണം കഴിച്ച് വിടത്തില്ല, ശരിയല്ലേ? ഇപ്പം നോർമലി ആയപ്പോലും വിടുന്നില്ല. ഒന്നീ ഗൾഫുകാരോ വേണ്ട, പട്ടാളക്കാരോ അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയി ഒക്കെ നോക്കുന്നത്. അങ്ങനെ ഒരു ഇപ്പോഴത്തെ അല്ല, അങ്ങനെ ഒരു കാലത്തിൽ ഒരിക്കലും ഇത് നടക്കാൻ പറ്റാത്ത ഒരാളുടെ കൂടെ ഒരു വീട്ടുകാർ മനസ്സറിഞ്ഞ് ആരെയും വിടത്തില്ല. പിന്നെ പെൺകുട്ടികൾ അവരുടെ മനസ്സറിഞ്ഞ് ഇറങ്ങി പോവാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഈ നാട്ടു നടപ്പ് പോലെ ഞാനിവിടെ അമ്മയോട് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ അവരോട് പറഞ്ഞുള്ളൂ. കാരണം നാട്ടു നടപ്പ് പോലെ പെണ്ണ് കാണാൻ പോയി, അവരിങ്ങോട്ട് വന്ന് ഇവരങ്ങോട്ട് പോയി, അങ്ങനെ എല്ലാം നാട്ടു നടപ്പ് പോലെ. കല്യാണം ചെറിയ രീതിയിൽ നടത്താൻ ആഗ്രഹിച്ചിട്ട് പോലും കൊച്ചിറ മഹാദേവൻ ഞാൻ എന്നും പോകുന്നതാണ്. ഞാൻ ഏതൊരു അവസരം കിട്ടിയാലും ഞാൻ ആ മണ്ണിൽ കാണാം. അവർക്കെല്ലാവർക്കും എൻ്റെ അവരുടെയൊക്കെ ഒരുപാട് ഹെൽപ്പും സഹായവും സഹകരണം കൊണ്ടും എൻ്റെ നാട്ടുകാരുടെ ഒരുപാട് നമ്മൾ വിളിക്കാത്തവരൊന്നും നമ്മൾ അങ്ങനല്ല, നമ്മൾ ഒരുപാട് പേര് കാണണമെന്ന് ആഗ്രഹിച്ചവർക്ക് പോലും ഇത് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് ജനത്തിരക്കായിട്ട്.
വിളിച്ചിട്ടില്ല. ഇതറിഞ്ഞ് കല്യാണം ഇപ്പം ഞാൻ ഓഫീസിലോട്ട് പോകുമ്പം എൻ്റെ കല്യാണമല്ലേ എവിടെ വെച്ചാൽ ഞങ്ങൾ അങ്ങ് എത്തിയേക്കാം, വിളിക്കണ്ട. കാരണം അവർക്ക് അവർ പറഞ്ഞത് ഞാൻ നിൻ്റെ കല്യാണം കണ്ടില്ല പിന്നെ ആറ് കല്യാണം കാണുമെന്ന് ചോദിച്ചു. അതൊക്കെ ഏറ്റവും ഒരു സന്തോഷമല്ലേ. നമ്മളിപ്പം മനസ്സിന് ഏറ്റവും ഇപ്പം ഇതല്ലേ പെണ്ണ് കാണാൻ പോകുന്നത്. ഇതൊന്നും എൻ്റെ ലൈഫിൽ ഒരിക്കലും നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല. അതേപോലെ പെണ്ണിൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് വരുന്നു. നോർമലി ആ ഒരാൾ ഇങ്ങനെ കല്യാണം നടക്കുന്ന അതേ രീതിയിൽ പിന്നെ ഇപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം കൊടുക്കണം. പിന്നെ ഒരു നാട് മൊത്തം ഇവിടെ വിളിച്ച പറഞ്ഞ് എന്നെ സ്വീകരിക്കാം. ചേച്ചിക്ക് എങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നോ? കല്യാണം നടക്കുവോ? എതിർപ്പൊക്കെ വന്നപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നോ? കല്യാണം നടക്കുവോ ഇല്ലയോ എന്നൊക്കെ? ഉണ്ടായിരുന്നു. അല്ല ചേച്ചി കട്ടച്ചില്ല. ചേച്ചി 2 ദിവസമൊക്കെ ആഹാരം കഴിക്കാതെ കിടന്നോ ഞാൻ പിന്നെ അറിഞ്ഞു. ആഹാരം കഴിക്കാണ്ടൊക്കെ കിടന്നോ? ഈ കല്യാണം ഉറപ്പിച്ചപ്പോഴൊന്നും ഫോണിൽ സംസാരിച്ചേ ഇല്ല? ഒരു വട്ടം ഞാൻ അവരുടെ ചേച്ചിയെ വിളിച്ചായിരുന്നു. അന്നേരം ചേച്ചി വീട്ടിലില്ലായിരുന്നു. ഒരാളാ ഫോൺ എടുത്തത്. അന്നേരം ഞാനായിരുന്നു ഫോൺ എടുത്തത്. അന്നേരം 2 മിനിറ്റ് സംസാരത്തേ ഉള്ളൂ. അല്ല ഒന്നും അല്ല ഫോൺ വിളി ഒരുപാട് പേരെന്ന് ചോദിക്കുന്നത്. ഞാൻ ആരെങ്കിലും കൂട്ടുകാരൊക്കെ ഫോൺ വന്ന് ചെവി വെക്കുമ്പോൾ കല്യാണം കഴിക്കുന്നതിന് പെണ്ണോട്ട് സംസാരിക്കുക എന്നാ പെണ്ണല്ല വിചാരിക്കുന്നില്ലായിരുന്നു. പിന്നെ പെണ്ണാണ് പോയപ്പോൾ ഇത്രയും സംസാരിച്ചു, ഇത്രയും കാര്യങ്ങൾ മൂത്തോളം ഒറ്റ ചോദ്യം അത്രേ ഉള്ളു. പിന്നെ അവരിങ്ങോട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും അമ്മയും പിന്നെ അപ്പച്ചി പെങ്ങളൊക്കെയാണ് ചോദിച്ചത്. ഇന്നുപോലെ എൻ്റെ കണ്ടുള്ള എൻ്റെ രീതികൾ ഇങ്ങനെയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരുടെയും നമ്മളെല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്താ നോക്കാൻ അവരെ കേട്ട് തീരുന്നതിന് മുമ്പേ ഞാൻ റെഡിയാ, എനിക്കിഷ്ടമാണ്, ഞാൻ ഓക്കെ, ഞാൻ നോക്കിക്കോളാന്ന് പറയും. അവിടെ വെച്ച് നമ്മൾ സംസാരിക്കുന്നില്ലല്ലോ. അവിടെ പിന്നെ അങ്ങോട്ടൊരു പോക്കില്ല. പിന്നെ കല്യാണത്തിന് തലേന്ന് സാരി കൊടുക്കാൻ ചെല്ലുന്നു. അന്നേരം എന്തോ സംസാരിക്കണം. അന്നേരം സാരി കൊടുത്ത് കൂടെ ഇന്ന് ഫോട്ടോ എടുത്തേ ഉള്ളു. സംസാരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ ഫോണില് ചേട്ടനോട്? സംസാരിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഫോണൊന്നും എനിക്ക് ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ചേച്ചി ഈ ഫോണും കൊണ്ട് അതിനകത്ത് ചില സമയത്ത് വിളിച്ചാലൊന്നും കേൾക്കാനൊക്കെ തരുന്നില്ല. അകത്തായതുകൊണ്ട് ചേച്ചിയൊക്കെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുമ്പം പെരക്കകത്ത് റേഞ്ച് ഒന്നും ഇല്ല. അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നോ ആ സമയത്തൊന്ന് സംസാരിക്കണമെന്ന്? ഫോൺ ഇല്ലാത്തോണ്ട് പറ്റിയില്ല അല്ലേ? അല്ല എന്നോട് ഫ്രണ്ട്സ് പലരും പറഞ്ഞു ഫോൺ കൊണ്ട് കൊടുക്കുക. ഞാനത് വെയിറ്റ് ചെയ്തതെന്ന് പറയുമ്പോഴേ പിന്നെ എൻ്റെ കൂട്ടുകാരി അവിടെ അടുത്ത് തന്നെ ഇത് സെറ്റാക്കി. കൂട്ടുകാരോട് പറഞ്ഞാലും കൂട്ടുകാരി ഫോൺ കൊണ്ട് കൊടുക്കും. പക്ഷേ എന്നിട്ട് ഞാനത് വെയിറ്റ് ചെയ്തതെന്ന് പറയുന്നത് കാരണം ഈ 2-3 തവണ ഒരു നെഗറ്റീവ് വന്നു, ഒരു അഭിപ്രായ വ്യത്യാസം വന്ന് ബാക്കിലോട്ട് പോയി. അന്നേരം നമ്മൾ ഒക്കെ ആണെങ്കിൽ നമ്മൾ മുന്നോട്ട് ഫോൺ കൊടുത്താലൊന്നും കുഴപ്പമില്ല. ഇതിപ്പം കല്യാണത്തിൻ്റെ ഏകദേശം 10 ദിവസത്തേക്ക് മുമ്പാണ് ലാസ്റ്റ് ഫൈനൽ ഇതായത്. ഇങ്ങനെ വിവാഹാലോചനയായിട്ട് പോകുന്ന സമയത്ത് വീഡിയോ ഇട്ട സമയത്തൊക്കെ ഈ ഫേക്ക് കോളുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര്. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മളൊരാളെ വിളിക്കുന്ന അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും അവരെങ്ങനാ ഏതാ എന്ന്. അതനുസരിച്ചേ ഞാൻ നിന്നിട്ടുള്ളൂ. ഇപ്പം ആത്മാർത്ഥമായിട്ട് വിളിക്കുന്നവരുണ്ട്, ആത്മാർത്ഥത അല്ലാതെ സാമ്പത്തികം നോക്കി വിളിക്കുന്നവരുണ്ട്. ഒരാളെന്നെ ട്രിവാൻഡ്രം ഭാഗത്തുനിന്ന് വിളിച്ചത് അവർ ഡിവോഴ്സ് ഒരു കൊച്ചുള്ളൊരു പെണ്ണ, ഏകദേശം 7 ലക്ഷം രൂപ കടം ആളിന്. എന്നിട്ട് ആ കടം ഇതിലൂടെ ഞാൻ എടുക്കണം. അവർ നോക്കുമ്പോൾ എനിക്ക് ജോലിയുണ്ട്, നല്ലൊരു വീടുണ്ട്, നമ്മളെ കൂടുന്ന പാടം നമുക്കേ അറിയത്തുള്ളൂ. അത്രേ ഉള്ളൂ വരാനുള്ളത്. ഇപ്പം ഞാൻ ഈ കൂട്ടുകാർ ഇപ്പം 2-3 വട്ടം ഇവരുടെ തന്നെ ഒരു പിന്നെ അഭിപ്രായ വ്യത്യാസം വന്നപ്പോഴും കൂട്ടുകാരെ വിളിച്ചിട്ട് ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് വരാനുള്ളത് നമുക്ക് വരും, പോകാനുള്ളത് പോകും, വിട്ടേക്കാൻ പറഞ്ഞു, ഇത്രയും കാര്യമുള്ളൂ. പക്ഷെ കൂട്ടുകാരി എന്തോ അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് ഒരുപാട് ജിജിന്നാണ് പേര്. അതുകൂടാതെ തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ജീന എന്ന് പറഞ്ഞ എറണാകുളം ഉള്ള എൻ്റെ ഏറ്റവും അടുത്ത ചങ്കാണ്. എൻ്റെ കാര്യങ്ങൾ മൊത്തം ഞാൻ ഷെയർ ചെയ്യുകയും അതെല്ലാം ഇതിനു വേണ്ടി ഒരുപാട് സപ്പോർട്ട്. പിന്നെ എൻ്റെ ഹോസ്പിറ്റലിലുള്ള എല്ലാവരും സനൽ സാറായാലും എല്ലാവരും നല്ല സപ്പോർട്ട്. നമ്മുടെ ഇവിടെ തന്നെ ഞാൻ പുറത്തുമ്പോൾ ഇതിനു വേണ്ടി ഒരുപാട് സപ്പോർട്ടില്ലേ. എൻ്റെ അയലത്തുള്ള പേര് പറഞ്ഞ ഒരുപാട് പേര്, അവരെ പേര് പറഞ്ഞാൽ തീരത്തില്ല. പിന്നെ എൻ്റെ വീട്ടുകാർ, എൻ്റെ ഫാമിലീസ് ഇതറിഞ്ഞുകൊണ്ട് തന്നെ കല്യാണം അറിഞ്ഞുകൊണ്ട് തന്നെ പൂനെയിൽ നിന്ന് എൻ്റെ മാമന്മാർ ഫാമിലി, ഗോവയിൽ നിന്ന് എല്ലാവരും അവർ ഇവിടെ എത്തി. കാരണം അവർ പറയുമ്പോൾ നിൻ്റെ കല്യാണം കണ്ടില്ലേ പിന്നെ ആരുടെ കല്യാണം ഞങ്ങൾ കാണണം എന്നൊരൊറ്റ ചോദ്യമാണ്. അന്നേരമൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ലെറ്റർ അടിച്ച് വിളിച്ചിട്ടില്ല, എല്ലാം ഫോണിൽ കൂടെ. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ഒരു ഭയങ്കര ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചു ഇത്രയും ആവുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറേ ചങ്കുകളുടെ അച്ഛനമ്മമാർ, ചേച്ചിക്കും ചേച്ചിയുടെ വീട്ടുകാർ. കാരണം വീട്ടുകാർക്ക് അങ്ങനെ ഒരു ഇപ്പം നമ്മളെ പോലൊരു വ്യക്തിക്ക് തരണമെന്നൊരു ഇഷ്ടം ഉള്ളത് കൊണ്ടല്ലേ. ഇപ്പം പെണ്ണെത്ര ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പോലും ഇപ്പം പെണ്ണെത്ര ഇവിടെ ആയാലും പെണ്ണെത്ര ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പോലും വീട്ടുകാർ എതിർത്തതാണ്. ഇപ്പം ബ്രെയിൻ വാഷ് ചെയ്താൽ പോലും ഇത് മാറുന്ന കാലമാണിപ്പം.
പക്ഷേ ഇത് വീട്ടുകാർക്ക് തന്നെ ഏകദേശം ആൾക്കാർക്ക് അന്നോട്ട് ഇന്ന് വരെ നല്ല പോസിറ്റീവ് ഇഷ്ടമാണ്. ചിലർക്കൊരു അഭിപ്രായ വ്യത്യാസം അത്രേ ഉള്ളൂ. പക്ഷെ ആരും അന്നോട്ട് ഇന്ന് വരെ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ആരും വേണ്ടെന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല. അതാണ് ഒരു കുഞ്ഞിനെ പോലെ തന്നെ നോക്കുന്നുണ്ട് ചേട്ടനെ. തീർച്ചയായിട്ടും. എന്നെ എടുക്കാനൊന്നും വരാം. എന്നെ അറിയാമല്ലോ, എനിക്കിപ്പോൾ വണ്ടി നടക്കണമെങ്കിൽ പോലും ആരെങ്കിലും ഒരു ഹെൽപ്പ് വേണം. ഏത് കാര്യത്തിനും നടക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെ ഹെൽപ്പ് വേണമെന്ന് അറിയാമല്ലോ. അതൊന്നും നമ്മൾ ജോലികളെല്ലാം ചെയ്യും, ഓക്കെയാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷെ നമ്മളങ്ങോട്ട് പിന്നെ എടുക്കാനൊക്കെ നമ്മൾ സമയമുണ്ട്, വെയിറ്റ് ചെയ്യും. ചേച്ചീനോട് ചേട്ടന്റെ ആലോചന വന്നപ്പോ എന്തായിരുന്നു ചേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഫ്രണ്ട് അടക്കം എന്തായിരുന്നു ചേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ചേച്ചി ഒന്നും പറഞ്ഞിട്ടില്ല ആരും. ഇങ്ങനെ ആലോചന വരുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ചേട്ടൻ ടീച്ചർ അണ്ണൻ്റെ ടീച്ചറെ ചേച്ചി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതുപോലെയുള്ള ഒരാലോചന വരുന്നുണ്ടെന്ന്. പക്ഷേ വീട്ടിൽ വന്ന് ഞാൻ അമ്മയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത് ആലോചന വരുന്നുണ്ടെന്ന്. രണ്ടുപേരും ചേട്ടൻ എന്തായാലും ഹണിമൂൺ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് യാത്രകൾ ചെയ്യുക, രണ്ടുപേരും ഒരുപാട് കാലം ഇതുപോലെ ഒന്നിച്ച് ജീവിക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പം ഇതെൻ്റെ കാര്യം ദൈവത്തിൻ്റെ ഇതുകൊണ്ടും ഒരുപാട് പേരുടെ പ്രാർത്ഥന കൊണ്ടും നടന്ന് ഇതുപോലെ ഒരു റൂമിനകത്ത് കിടക്കുന്ന അല്ലെങ്കിൽ കഴിയുന്ന ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇതുപോലൊരു ജീവിതം ഉണ്ടാവട്ടെ. അവർക്ക് മാത്രമല്ല, അല്ലാതെ തന്നെ പിന്നെ കല്യാണം വേണ്ട എന്ന് നിൽക്കുന്നവർക്ക് പോലും നാളത്തെ ഒരവസ്ഥ ആരും പറയാൻ പറ്റത്തില്ല. എന്നാൽ അവർക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇതുവരെ എല്ലാം സംഭവിച്ചതിന് കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതൊക്കെ മഹാദേവൻ്റെയും കൃഷ്ണൻ്റെയൊക്കെ ഒരൊറ്റ ഇതുകൊണ്ടാണ്. എല്ലാവർക്കും നന്ദി.